നമസ്കാരം. മൊജ്തബ ഖമനായി കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് അമേരിക്ക. അതായത് മൊജ്തബ ഖമനായിയുടെ പ്രസ്താവന പോലും എഡിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രസ്താവനയാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം അധികാരം ഏറ്റതിന് ശേഷം യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം ഖമനായി നടത്തുന്നതുമായി ബന്ധപ്പെട്ടത് ഒരു എഡിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇറാൻ്റെ പ്രതിനിധികൾ കൊണ്ടുവന്ന് വായിച്ചത്. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ മൊജ്തബ ഖമനായി കൊല്ലപ്പെട്ടിരിക്കുവാനാണ് 99% സാധ്യത എന്നാണ് ട്രംപ് പറയുന്നത്. ആ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ വിലയിരുത്തിയാൽ തന്നെ മൊജ്തബ ഖമനായി കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് പറയുന്നത്. എന്നാൽ അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി പറഞ്ഞത് മൊജ്തബ ഖമനായി കൊല്ലപ്പെട്ടിരിക്കാൻ സാധ്യതയില്ല, പക്ഷേ കൊല്ലപ്പെട്ടിരിക്കാം എന്ന് നമുക്ക് പൂർണ്ണമായും പറയുവാൻ കഴിയില്ല. പക്ഷേ ഇദ്ദേഹം കോമ സ്റ്റേജിലോ അല്ലെങ്കിൽ അതീവ ഗുരുതരമായ അവസ്ഥയിലോ ആണ്. അതായത് ഇറാൻ്റെ അടുത്ത പ്രതിനിധി പോലും മരണപ്പെടുകയോ അല്ലെങ്കിൽ മരണത്തിന് തുല്യമായ അവസ്ഥയിലോ ആണ് ഇപ്പോൾ കഴിയുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇന്ത്യയുടെ ഇൻ്റലിജൻസും ഇദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കില്ല എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വിടുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സ്ഥിതി അതീവ ഗുരുതരമാണ് എന്നുള്ള തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. ഇദ്ദേഹം കൊല്ലപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഇത് അമേരിക്കയുടെ തന്ത്രമാണോ, ഇദ്ദേഹം കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിൽ ഇദ്ദേഹത്തിനെ ഏതെങ്കിലും ഒരു തരത്തിൽ പുറത്തേക്ക് കൊണ്ടുവരുവാനുള്ളൊരു ശ്രമമാണോ ഇതിൻ്റെ പിന്നിൽ ട്രംപ് നടത്തുന്നത് എന്നും അറിയാൻ കഴിയുന്നില്ല. പക്ഷേ ഇദ്ദേഹം മരണപ്പെട്ടു എന്നതിനെക്കുറിച്ച് ഒരു 99% സ്ഥിരീകരണമാണ് ട്രംപ് പറയുന്നത്. എന്തായാലും ഇനി കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇദ്ദേഹം കൊല്ലപ്പെട്ടോ ഇല്ലയോ എങ്കിലും ഇറാൻ ഇപ്പോൾ നടത്തുന്നത് അസാമാന്യമായ ഒരു ധൈര്യം തന്നെയാണ്. അതായത് ഇറാൻ്റെ കയ്യിൽ ആയുധങ്ങൾ ഏകദേശം തന്നെ തീരുവാൻ ആയിരിക്കുന്നു. അതായത് ഗൾഫ് മേഖലകളിലേക്ക് ഇപ്പോൾ നടത്തുന്ന ഡ്രോൺ ആക്രമണം 1-2 ഡ്രോണുകളാണ് ദിനം പ്രതി പോകുന്നത്. അവരുടെ ഒരു മാനസിക സംഘർഷം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിൻ്റെ അർത്ഥം ഇറാൻ്റെ ആയുധ ശേഖരം അമ്പേ തീർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ആയുധ ശേഖരം തീരുന്ന ഒരു ഘട്ടത്തിൽ പോലും അസാമാന്യമായ രീതിയിൽ അവരവരുടെ ധൈര്യം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് തങ്ങൾ ഒരു കാരണവശാലും കീഴടങ്ങില്ല. ഇതിപ്പോൾ ഹോർമൂസ് തുറമുഖം അടച്ചിരിക്കുന്നു. ഹോർമൂസ് തുറമുഖം അടച്ചതിന് ശേഷം അപൂർവം ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ചില കപ്പലുകൾ മാത്രമാണ് അതുവഴി കടത്തിവിടുന്നത്. മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾ കടത്തിവിടുവാൻ വേണ്ടിയിട്ട് ഇറാൻ തയ്യാറാകുന്നില്ല. മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ കപ്പലുകൾ വന്നു കഴിഞ്ഞാൽ ഇറാൻ വളരെ ക്രൂരമായിട്ട് വളരെ ശക്തമായ രീതിയിലാണ് ഈ കപ്പലുകളെ നേരിടുന്നത്. അങ്ങനെ ഈ മേഖലയെ വളരെ ശക്തമായ രീതിയിലുള്ള സുരക്ഷ ശക്തമാക്കിക്കൊണ്ട് അവരുടെ കയ്യിൽ ഉള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരെ നേരിടുകയാണ്. അമേരിക്കയെയും ഇസ്രായേലിനെയും ഒക്കെ നേരിടുകയാണ്. അതിനിടയിൽ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വളരെ ശക്തമായ ഒരു ആയുധ പ്രയോഗം നടത്തിയെന്നും ക്ലസ്റ്റർ ബോംബുകൾ വർഷിച്ചിട്ടുണ്ട് എന്നുമുള്ള വിവരങ്ങൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ നമുക്ക് ലഭ്യമായിരുന്നു. അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പോലും ജീവൻ അപായപ്പെടുത്തുന്ന തരത്തിൽ ആയുധ പ്രയോഗമാണ് ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത്തരത്തിൽ വളരെ ശക്തമായ ശക്തമായ രീതിയിലുള്ള യുദ്ധമാണ് ഇപ്പോഴും ഇറാൻ ചില മേഖലകളിലെങ്കിലും നടത്തുന്നത്. അവരുടെ കയ്യിൽ ഉള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ IDF-നെതിരെ നേരിടുകയാണ് ഇറാൻ. അതോടൊപ്പം തന്നെ ഇറാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദ സംഘടനയായ ഹിസ്ബുള്ളയും ശക്തമായ രീതിയിലുള്ള യുദ്ധമാണ് ഇസ്രായേലിന് നേരെ നടത്തുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള വളരെ അവരുടെ കയ്യിൽ ഉപയോഗിക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും ശക്തമായ ആയുധങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് എത്ര നാൾ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ അത്ര നാൾ പിടിച്ചു നിൽക്കുവാനുള്ളൊരു ശ്രമമാണ് ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇറാൻ എന്തായാലും അധിക നാൾ പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല എന്ന് ഉറപ്പാണ്. പക്ഷേ അവർ പിടിച്ചു നിൽക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. മൊജ്തബ ഖമനായി അതിനിടയിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അമേരിക്ക ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. എന്തായാലും ഇതിനെപ്പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായാൽ മാത്രമേ തന്നെ ഇതിൻ്റെ ഉറപ്പ് വരുത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.